അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അത്യധികം തന്ത്രശാലിയും അതിശക്തനുമാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞവസാനിപ്പിച്ചത്. തുടർന്ന് 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു വിളിക്കുന്നത് സത്യമായിട്ടുള്ള ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. എന്നാൽ ബഹുദൈവ വിശ്വാസികൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നിരർത്ഥകമായ വിശ്വാസത്തിലാണ് ഉള്ളത് എന്ന് ഉദാഹരണ സഹിതം പറയുകയാണ് എന്ന് പഠിക്കുന്ന 14-ാമത്തെ ആയത്തിൽ. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ലഹു ദഅവത്തുൽ ഹഖ്, അവൻ്റേതാണ് സത്യത്തിലേക്കുള്ള വിളി. അള്ളാഹുവിൻ്റേത് മാത്രമാണ് സത്യസന്ദേശം. ദഅവത്തുൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ദേശം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏകദൈവ സിദ്ധാന്തം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അതാണ് സത്യമായ ശരിയായ ദീൻ. മറുവശത്ത് ബഹുദൈവ വിശ്വാസികളുടെ സന്ദേശം എന്താണ്? വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിനെ കൂടാതെ ബഹുദൈവ വിശ്വാസികൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളും മറ്റുമുണ്ടല്ലോ. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവയൊന്നും ഇവർക്ക് ഒരു മറുപടിയും നൽകുന്നില്ല. ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന ആ വസ്തുക്കളൊന്നും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ല. അവരുടെ ഉദാഹരണം ഏതുപോലെയാണ്? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ, ഇരു കൈകളും വെള്ളത്തിലേക്ക് നീട്ടുന്നവനെ പോലെയാണ്. ലിയബ്ലുഗ ഫാഹു, അത് അവൻ്റെ വായിലെത്താൻ, വെള്ളം കൈക്കുമ്പിലെടുത്ത് വായിലെത്തിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇരു കൈകളും നീട്ടുന്നവനെ പോലെയാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി രണ്ട് കൈകളിലും വെള്ളം കോരിയെടുക്കാൻ കൈകൾ വെള്ളത്തിലേക്ക് നീട്ടുന്നവനെ പോലെയാണ്. വമാ ഹുവ ബിബാലിഗിഹി, വെള്ളമാകട്ടെ അങ്ങോട്ട് എത്തുന്നുമില്ല. അയാൾ കൈകൾ നീട്ടിയത് കൊണ്ട് മാത്രം വെള്ളം അങ്ങോട്ട് എത്തുകയില്ലല്ലോ. വെള്ളത്തിലേക്ക് കൈ എത്തണമല്ലോ, അപ്പോഴല്ലേ വെള്ളം കിട്ടുകയുള്ളൂ. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. അതായത് കുറേ അടിയിലോ കയ്യെത്താ ദൂരത്തോ ഉള്ള വെള്ളത്തിലേക്ക് കൈ നീട്ടി, അല്ലെങ്കിൽ കിണറ്റിനടുത്ത് ചെന്ന് താഴെയുള്ള വെള്ളത്തിലേക്ക് നോക്കി കൈകൾ നീട്ടി അത് കുടിക്കണമെന്ന് ആശിക്കുന്നവരെ പോലെയാണ് ഈ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ. ശരിക്കുള്ള ജലത്തിൽ കൈയിട്ടാലല്ലേ വെള്ളം ലഭിക്കുകയുള്ളൂ. അതുപോലെ യഥാർത്ഥ സത്യസന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ദൈവത്തെ, ഏകനായ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, എന്നാൽ സത്യനിഷേധികളുടെ പ്രാർത്ഥന തെറ്റായ വഴിയിൽ തന്നെയാണ്. വമാ ദുആഉൽ കാഫിരീന, സത്യനിഷേധികളുടെ പ്രാർത്ഥന അല്ല, ഇല്ലാ ഫീ ളലാൽ, വഴികേടിലല്ലാതെ, മാർഗഭ്രംശത്തിലല്ലാതെ, തെറ്റായ വഴിയിലല്ലാതെ. യഥാർത്ഥത്തിൽ യഥാർത്ഥ ദൈവത്തിന് വിധേയപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നതിനു വേണ്ടി അവർ തിരഞ്ഞെടുത്ത വഴിയാണ് ബഹുദൈവ വിശ്വാസത്തിൻ്റെ വഴി. അത് യഥാർത്ഥ വഴിയല്ല, വഴികേടാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകളൊക്കെയും ഉത്തരം കിട്ടാത്ത വിഫലമായ പ്രാർത്ഥനകളാണ് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തന്ന് നമ്മെ നേർവഴിയിൽ നയിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.